എൻ്റെ പേര് ജിൻസി ജോസഫ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. ഞാൻ BSc ഫിസിക്സ് സ്റ്റുഡൻ്റാണ്. ഞാനിന്നിവിടെ സാക്ഷ്യം പറയാൻ വന്നത് എനിക്ക് സ്റ്റുഡൻറ്റ് വിസ കിട്ടിയതിനെ പറ്റിയാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ കാനഡയിൽ പോയി പഠിക്കുക, അവിടെ ഒരു ജോബ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഏജൻസീനെ കൺസൾട്ട് ചെയ്തു. അപ്പം എൻ്റെ ഫസ്റ്റ് വിസ അവർ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഒരു 3 months കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് വന്നു. എനിക്ക് റിജക്റ്റായി. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞാനിത് ചെയ്തത്, വിസ അപ്ലൈ ചെയ്തത്. സോ എനിക്കിത് റിജക്റ്റായി വന്നപ്പോൾ നല്ല വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. യേശുവിനോടും മാതാവിനോടും ഞാൻ ഒരുപാട് സങ്കടം പറഞ്ഞു. കാരണം ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിത് വച്ചത്. സോ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, ലൈക്ക് എനിക്കിത് കിട്ടുമെന്നുള്ളത്. പക്ഷെ കിട്ടിയില്ല. ഞാൻ ദൈവത്തിനോട് ഒരുപാട് പരാതി പറഞ്ഞു. കാരണം എൻ്റെ ആൻറ്റി, പിന്നെ അതേപോലെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ്, അവർക്കെല്ലാവർക്കും കാനഡയിൽ പോകാനുള്ളൊരു അവസരം കിട്ടി. പക്ഷേ എനിക്ക് ദൈവം എന്തുകൊണ്ട് തരുന്നില്ല എന്ന് ഞാൻ എപ്പോഴും ചോദിച്ചു. പിന്നെ ഒരു പ്രതീക്ഷ എന്നെങ്കിലും ഞാൻ എന്തായാലും ചുമ്മാ രണ്ടാമതും കൂടെ ചെയ്തേക്കാം എന്ന് കരുതിയിട്ട് ഞാനൊരു സെക്കൻഡ് ടൈമും അപ്ലൈ ചെയ്തു. ഒരു ഹോപ്പില്ല, കിട്ടട്ടെ എന്ന് കരുതി. അങ്ങനെ ഞാൻ സെക്കൻഡ് ടൈമും അപ്ലൈ ചെയ്തു. സെക്കൻഡ് ടൈമും എനിക്ക് അതേപോലെ റിജക്റ്റായി. അപ്പോൾ എൻ്റെ ഹോപ്പ് ഫുൾ തീർന്നു. ഇനി എനിക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല. ഇനി എന്താണ് ഇവിടെ സാധാരണ നമ്മുടെ ജോബ് കിട്ടുക, സെയിം റുട്ടീനിൽ അങ്ങ് പോകുക എന്നുള്ളതായിരുന്നു. അപ്പം ഞാനിവിടെ കൃപാസനത്ത് 2019 മുതൽ വരികയാണ്. അപ്പോൾ ഇതുവരെ ഞാനിതൊരു ഉടമ്പടി എടുത്തിട്ടില്ല. അപ്പം എൻ്റെ അയൽവാസി ഒരു ആൻറ്റി ഭയങ്കര വിശ്വാസിയാണ്, ഇവിടെ കൃപാസനത്ത് വരുന്നുണ്ട്. ആൻറ്റി ഉടമ്പടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, മോൾ ഇതുവരെ ഉടമ്പടി എടുത്തിട്ടില്ലല്ലോ, അവിടെ പോയി എപ്പോഴും മാസം പ്രാർത്ഥിക്കുന്നതല്ലോ, ഉടമ്പടി എടുത്തിട്ടില്ലല്ലോ, പോയി ഉടമ്പടി എടുക്ക്. നിനക്ക് ഉടമ്പടി എടുത്താൽ തീർച്ചയായിട്ടും കിട്ടും, എനിക്ക് വിശ്വാസമുണ്ട്, ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ കൃപാസനത്ത് സെക്കൻഡ് ടൈം റിജക്റ്റ് ആയതിൻ്റെ അടുത്ത മാസം ഞാനിവിടെ വരികയുണ്ടായി. അപ്പോൾ ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചു മാതാവിനോട്, മാതാവേ എനിക്കിത് 3ാമത്തെ അറ്റംപ്റ്റും കൂടെയാണ്, ഞാൻ ഇതും കൂടെ ചെയ്യും ലാസ്റ്റായിട്ട്, പിന്നെ ഞാൻ ഇനി ചെയ്യത്തില്ല എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഈ മനസ്സിൽ തോന്നും പോലെ എന്നോട് പറയും പോലെ നീ കോളേജും അതേപോലെ നീ വെക്കുന്ന സ്ഥലവും, മീൻസ് കാനഡയിൽ തന്നെ വേറെ ഏതെങ്കിലും സ്ഥലം വെക്കാനായിട്ട് നമുക്ക് മനസ്സിൽ തോന്നും പോലെ തോന്നി. അങ്ങനെ എന്നിട്ട് വേറെയും കൂടെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അപ്പോഴേക്കും ഓൾറെഡി പേപ്പേഴ്സൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ 3ാമത്തെ പ്രാവശ്യം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ തടസ്സങ്ങളൊക്കെ മാറണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടെ നിന്ന് ഏജൻസിയിൽ നിന്ന് കോൾ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ജിൻസി ചെയ്ത പേപ്പേഴ്സിലൊക്കെ കുറച്ച് മിസ്റ്റേക്സും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ റിജക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇതൊന്നും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്നും കൂടെ റീറൈറ്റ് ചെയ്തിട്ട് എനിക്ക് എഴുതരണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ പോയി അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തത്. അങ്ങനെ എന്നിട്ട് ഞാൻ അതിനുശേഷം ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം. അപ്പോൾ ഞാൻ രോഗികളെ കാണാൻ പോകാനും, പിന്നെ അതേപോലെ തന്നെ പള്ളിയിൽ കുമ്പസാരിക്കാനും, പിന്നെ അതേപോലെ എന്നെക്കൊണ്ടാകുന്ന വിധം ഞാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഏകദേശം ഒരു 3 to 4 കറക്റ്റ് എക്സാക്ട്ലി പറഞ്ഞ ഒരു 4 daysനകം എനിക്ക് സ്റ്റുഡൻറ്റ് വിസ അപ്രൂവായി കിട്ടി. അത് വിത്തിൻ 3 days അതിനകം എനിക്ക് അപ്രൂവായി. കാരണം ഒരുപാട് എന്നുവെച്ചാൽ പൊതുവേ ഇങ്ങനെ PR-നൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പാടാണ്. ഏകദേശം ഒരു 2 months, മേ ബി 3 months, 4 months ഒക്കെ എടുക്കും വിസ കിട്ടാനായിട്ട്. ഞാൻ ഉടമ്പടി എടുത്തു 3 ദിവസം, വെറും 3 ദിവസത്തിനകം എനിക്ക് കിട്ടി. പിന്നെ അതുമാത്രമല്ല, ഇത് പറയാൻ വേറെ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമൊക്കെ ഞാൻ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ദിവ്യബലിയിൽ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടണം, മാതാവ് ഇത് ശരിയാക്കി തരണം, യേശു എനിക്കിത് ശരിയാക്കി തരണം എന്നുള്ള കാര്യം മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ 3ാമത്തെ പ്രാവശ്യം വെച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാതാവ് എനിക്കിത് നീ ആഗ്രഹിക്കുന്നെങ്കിൽ, യേശുപ്പനും ഇത് ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്കിത് നേടിത്താ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല,
ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് കരുതി ഞാനത് ഇവിടെ തന്നെ ചെയ്തോളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല. പിന്നെ അല്ലാതെ ഞാൻ ദിവ്യബലിക്ക് പോകുന്ന സമയത്തും എനിക്ക് വേണ്ടി ഞാൻ ആ പ്രാർത്ഥിക്കുന്നതൊക്കെ നിർത്തി. കൂടുതലും ഞാൻ ആത്മാക്കൾക്ക് വേണ്ടിയും പിന്നെ അതേപോലെ തന്നെ പാപികൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. എനിക്ക് വേണ്ടി ഞാൻ എൻ്റെ ആ കാര്യം ഓർത്തിട്ടേ ഇല്ല. പിന്നീട് അങ്ങനെ പ്രാർത്ഥിച്ചു, അങ്ങനെ ദൈവം തന്നു. ദൈവത്തിന് 1000 നന്ദി.